ജലജ പറയാണ് നമ്മുടെ ഏടത്തിയുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ ചെറിയൊരു വ്യത്യാസം കാണുന്ന പോലെ തോന്നുന്നു. ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും നയനേനെ മരുമകളിനെ കഷായം കൊടുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് ചെറിയൊരു ഭാവപ്പശക് എനിക്ക് തോന്നി എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ ജാനകി പറയുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം നമ്മുടെ ഏടത്തിയുടെ സ്വഭാവത്തിന് മാറ്റമുണ്ട്. മിക്കവാറും അത് ആദർശിനെയും ഏട്ടനെയും ഒക്കെ ഭയന്നിട്ടായിരിക്കുമെന്ന് പറയും കേട്ടോ. അപ്പോൾ ജാനകി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഇനി മറിച്ചായാലാണ് പ്രശ്നമെന്ന് പറയും കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ വമ്പൻ ട്വിസ്റ്റുമായിട്ട് നമ്മുടെ അബി എത്തുകയാണ്. അബി ഇങ്ങനെ രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ. അബി എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് പെൺപിള്ളേരുടെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവളെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. ഒരു കുഞ്ഞൊക്കെ ആയതിനു ശേഷം ഇവളെ ഒഴിവാക്കിയേ പറ്റുള്ളൂ. ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാത്ത ഭാര്യ ഒരിക്കലും പിടിച്ചു നിൽക്കത്തില്ല. അതിനുശേഷം വേണം എനിക്കൊരു മറ്റൊരു വിവാഹമൊക്കെ കഴിക്കാൻ എന്നിങ്ങനെ മനസ്സിലോർത്തോണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും അബിക്കൊരു കോൾ വരികയാണ്. അപ്പോഴത്തേക്കിനും ഗൾഫ് കോളാണല്ലോ, ഇത് എവിടുന്നാ എന്നിങ്ങനെ നോക്കിയിട്ടാണ് അബി എടുക്കുന്നത്. എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് ഹലോ ആരാന്ന് മനസ്സിലായോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും ഇല്ല, ആരാണെന്നൊന്ന് പറയുമെന്ന് ചോദിക്കും. ഒരുപാട് പെൺപിള്ളേരുടെ പുറകെ നിന്നിട്ടുള്ളത് കൊണ്ട് പേരൊന്നും ഓർമ്മ ഇല്ലായിരിക്കുമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ ട്രാവൽ ഏജൻസിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അനഘയാന്ന് പറയും കേട്ടോ. അനഘ എന്നാ ഉണ്ട് വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം അനഘ പറയും നല്ല വിശേഷമൊന്നുമല്ല, ഞാൻ നാട്ടിൽ നിന്ന് ഗൾഫ് കയറുമ്പോഴത്തേക്കിനും നിൻ്റെ കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ വയറ്റിൽ. ഇപ്പോൾ കുട്ടി വളർന്നു, അവൻ അച്ഛൻ ആരാണെന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും ആബി അങ്ങ് വേർതിരിക്കുകയാണ്. അപ്പം നിൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇവനൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞെന്നും പറയാൻ പറ്റുന്നില്ല, ഒന്നും പറയാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അനഘ പറയുന്നുണ്ട് ഇല്ല നീ ഒന്നും പറയണ്ട, നീ പറഞ്ഞു തന്നാലും നിന്റെ കല്യാണം കഴിഞ്ഞില്ലെന്നേ നീ പറയുള്ളൂ എന്നിങ്ങനെ പറയും. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും കേൾക്കണ്ട, ഞാനും കുട്ടിയും എന്താണെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് എന്ന് പറയുകയാണ്. നീ ആദ്യം പറഞ്ഞത് സത്യം, നിന്നെപ്പോലെയുള്ളവന്മാരെ സ്നേഹിക്കുന്ന പെൺകുട്ടികൾ തന്നെയാണ് തെറ്റുകാര്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഭാഗത്തും വീഴ്ചകൾ വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകാമെന്ന് പറഞ്ഞത്. എന്തായാലും എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ കളയാൻ പോകുന്നില്ല. പ്രസവിക്കുകയും ചെയ്യും, വളർത്തുകയും ചെയ്യും. അന്യനാട്ടിൽ അച്ഛനില്ലാത്ത ജീവിക്കുകയും ചെയ്യും. എന്നാൽ എപ്പോഴെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായെന്നാൽ, ആ കുഞ്ഞിനെ എനിക്ക് വളർത്താൻ സാധിക്കാതെ വന്നാൽ ഞാൻ തീർച്ചയായിട്ടും നാട്ടിലേക്ക് തിരിച്ചു വരും, നിൻ്റെ അടുത്ത് തന്നെ വരും. അപ്പോൾ നീ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ചെയ്യണം. അപ്പോൾ വീണ്ടും ഇങ്ങനെ അഭി ഓർക്കുകയാണ്. അപ്പോൾ വളർത്താൻ സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ അവൾ തിരിച്ചു തന്നെ വരിക തന്നെ ചെയ്യും എന്നിങ്ങനെ വിചാരിക്കാം. ഏതൊക്കെയാലും ഇപ്പോൾ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്.